Hi all, welcome to Registered Nurses channel. Today I'm going to talking about musculoskeleton system. Musculoskeleton systemത്തിലെ ബോൺ ഫ്രാക്ചറിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്തെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മസ്കുലോസ്കെൽട്ടൻ സിസ്റ്റത്തിൽ നിന്നും ഹാർഡ് എക്സാമിന് ചോദിക്കുന്നത്. അതാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിൽ ടോക്ക് അബൌട്ട് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. എന്തെല്ലാം തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ഓപ്പൺ ഫ്രാക്ചർ. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ബ്രേക്ക് ത്രൂ ദ സ്കിൻ. ഇവിടെ നോക്കുക, ഇത് കണ്ടായിരുന്നോ? ഇതാണ് ഓപ്പൺ ഫ്രാക്ചർ. ബ്രേക്സ് ത്രൂ ദ സ്കിൻ. ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത് വെച്ചിരുന്നാൽ മതി എന്താണ് ഓപ്പൺ ഫ്രാക്ചർ എന്ന്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഫ്രാക്ചർ. എന്താണ് ക്ലോസ്ഡ് ഫ്രാക്ചർ? ഡസ് നോട്ട് പെനിട്രേറ്റ് ത്രൂ ദ സ്കിൻ. ഇവിടെ നമുക്ക് നോക്കാം, ഇത് നമ്മൾ ഈ ബോണ് സ്കിന്നിന്റെ പുറത്തോട്ട് പോയിട്ടില്ല, അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിനെയാണ് ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. Okay, now I'll move on. Complete fracture and incomplete fracture and green stick fracture and comminuted fracture. What is complete fracture? Complete fracture എന്ന് പറഞ്ഞാൽ separate the bone into two. ഇവിടെ നമുക്ക് നോക്കാം, രണ്ടായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോണിനെ. അതിനെയാണ് കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അതിനെ ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് നോട്ട് ബ്രേക്ക് ദ ബോൺ ഓൾ ദ വേ ത്രൂ. ഇവിടെ നമുക്ക് നോക്കാം, ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രാക്ചർ വന്നിരിക്കുന്നത്. അതിനെയാണ് ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹാർഡ് എക്സാമിന് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. എന്താണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ? ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് നമ്മളെ മൈൻഡിലിരിക്കുന്ന ഒരു പേരാണിത്, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇതെന്ന് പറഞ്ഞാൽ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നത്തിങ്, ഇറ്റ് ഈസ് വൺ സൈഡ് ഓഫ് ദി ബോൺ ഈസ് ബെൻഡ്. ഇവിടെ നമുക്ക് നോക്കാം, one side of the bone is bent while the other is broken. ഇവിടെ നമുക്ക് നോക്കാം, ഇത് ബ്രോക്കൺ ആയിട്ടുണ്ട്. അതിനെയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി കാണുന്നത്, ഇറ്റ്സ് കോമൺലി സീൻ ഇൻ പീഡിയാട്രിക് പേഷ്യൻസ്. പീഡിയാട്രിക് പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. നെക്സ്റ്റ് we move on, comminuted fracture. Comminuted fracture എന്ന് പറഞ്ഞാൽ എന്താണ്? The broken into many fragments. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ മൾട്ടിപ്പിൾ ഫ്രാഗ്മെന്റ് ഉണ്ട്, കണ്ടിട്ടുണ്ട്, ലൈക്ക് 3 or more fragments. That is called comminuted fracture. And next is transverse fracture. Transverse fracture എന്ന് പറഞ്ഞാൽ എന്താണ്? Fracture is straight across the bone shaft. That is called transverse fracture. And oblique fracture. Oblique fracture എന്ന് പറഞ്ഞാൽ slanted across the bone shaft. അതിനെയാണ് oblique fracture എന്ന് പറയുന്നത്. Spiral fracture. The fracture twists around the bone shaft. അതിനെയാണ് spiral fracture എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫ്രാക്ചറിൽ നിന്നും ചോദിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ, എന്താണ് ഈ ഫ്രാക്ചർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫ്രാക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ, we have to immobilize the patient, we can use the splint, and we have to stop the bleeding, we can apply some pressure, and we can reduce the swelling with use of ice pack. And moreover, നമുക്ക് ഫ്രാക്ചർ ആയ ഒരു പേഷ്യന്റിനെ ഡോക്ടർ കാണുകയും he will advise for an x-ray which will reveal the diagnosis of fracture. ഫ്രാക്ചർ ആയി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഡെഫിനറ്റ്ലി അഡ്വൈസ് ചെയ്യും കാസ്റ്റ് അപ്ലൈ ചെയ്യാം. ഈ കാസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തൊക്കെ എക്സസൈസ്, അല്ലെങ്കിൽ ഏത് എക്സസൈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഹാർഡ് എക്സാമിന് ചോദിക്കും. അത് ഐസോമെട്രിക് എക്സസൈസ് ആണ്. ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കാസ്റ്റ് ഇട്ടതിന് ശേഷം ഡോക്ടർ പറയും ഫിംഗറൊക്കെ ഒന്ന് മൂവ്മെന്റ് ചെയ്യാൻ, ഫിംഗറൊക്കെ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അത് ഐസോമെട്രിക് എക്സസൈസിന് ഒരു എക്സാമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം.
A patient has had a closed fracture and has just had a cast applied to the affected arm. The patient is complaining of severe pain. The nurse elevates the limb, applies an ice bag, and administers an analgesic with little relief. Okay. The nurse interrupted that this pain may caused by he got confused. ഫ്രാക്ചർ ആയി ക്ലോസ്ഡ് ഫ്രാക്ചർ ആണ്, അതിന് കാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുകയാണ് എനിക്ക് പെയിൻ ഉണ്ട്. അപ്പൊ നേഴ്സ് ചെയ്തു എലിവേറ്റഡ് ദ ലിംബ്, അപ്ലൈ ആൻ ഐസ് ബാഗ് ആൻഡ് അഡ്മിനിസ്റ്റർഡ് അനാൽജസിക്സ്. സോ ഒക്കെ ലിറ്റിൽ റിലീഫ് കൊടുത്തു. പക്ഷെ നേഴ്സിന് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഈ പെയിന് ഇപ്പോഴും കാരണം എന്താണ്, വാട്ട് ഈസ് ദ മെയിൻ കോസ്. നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് എ, ഇൻഫെക്ഷൻ under the cast. B, the anxiety of the client, impaired tissue perfusion, the recent occurrence of the fracture. Answer എന്താണ്, ഗസ് ചെയ്യാമോ? ഓക്കെ, ഇൻഫെക്ഷൻ അണ്ടർ ദി കാസ്റ്റ് ഒരിക്കലുമില്ല. The anxiety of the client, we can eliminate this. Impaired tissue perfusion, yes, this is the correct answer. And the recent occurrence of the fracture, no. The impaired tissue perfusion is the correct answer, because most pain associated with the fracture can be minimized with rest, elevation, fine, application of cold and administration of analgesics. Okay, the pain that is not relieved by these measures should be reported to the physician, because the pain unrelieved by medications and other measures may indicate neurovascular compromise, because this is a new closed fracture and cast infection would not have had time to set in. That is why the answer is impaired tissue perfusion. Next question. A home care nurse visits client who has a cast applied to the left lower leg. On assessment of the client, the nurse notes that the presence of skin irritation from the edges of a cast. Which of the following nursing intervention is appropriate? Options നോക്കാം. A, massage the skin at the edges of the cast. Contact the physician. Place a small face cloth in the cast around the edges of the cast. Pedal the cast edges with the adhesive tap. ഇതിലേതായിരിക്കും ആൻസർ? ഒരു ഹോം കെയർ നേഴ്സ് വിസിറ്റ് ചെയ്യുകയാണ് ക്ലയന്റിനെ, ഓൾറെഡി കാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ലോവർ ലെഗിലാണ്. On assessment, the nurse note that the presence of skin irritation ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ ഇറിറ്റേഷൻസ്, ഈ കാസ്റ്റ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് സ്കിൻ ഇറിറ്റേഷൻ, ബാഡ് സ്മെൽ, കളർ ചേഞ്ചസ് എന്ത് വന്നാലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കോൺടാക്ട് ദ ഫിസിഷ്യൻ ആയിരിക്കും. നമ്മൾ ഇതിന്റെ ആൻസറും അത് തന്നെയാണ്. ആൻസർ ബി ആണ്, കോൺടാക്ട് ദ ഫിസിഷ്യൻ. അതായിരിക്കണം ആൻസർ. നമ്മൾ ഈ കാസ്റ്റിനെ റിമൂവ് ചെയ്യാനോ, നമ്മൾ അതിൽ ഈ പെന്ന് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇച്ചിങ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. We have to contact the physician. That is the correct answer of this question. And the third question is, a patient advised for the discharge to home after application of plaster leg cast. The nurse determines that the client understands proper care of the cast if the patient says that he or she should. A, avoid getting cast wet. Cover the casted leg with a warm blanket. Use the fingertips to lift and move the leg. And the D is, use a padded coat hanger end to
സ്ക്രാച്ച് അണ്ടർ ദി കാസ്റ്റ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് പറയുന്നത് അത് ലോവർ ലെഗിലാണ്. അതെല്ലാം ആലോചിച്ചിട്ട് ഇതിൻ്റെ ആൻസർ വി ക്യാൻ ചൂസ് എ, അവോയ്ഡ് ഗെറ്റിംഗ് കാസ്റ്റ്. And the next question is, a nurse is performing a neurovascular assessment on a client with a cast on the left lower leg. The nurse notes the presence of edema in the foot below the cast. The nurse would interrupt that this finding indicates, എന്തൊക്കെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫൈൻഡിങ്സ്? Impaired arterial circulation, the presence of an infection, impaired venous return, and arterial insufficiency. The answer is C, impaired venous return. Why? Edema in the extremities indicate impaired venous return. The signs of impaired arterial circulation in the limb include colorless pallor of the skin and diminished arterial pulse. Sign of infection under a cast area would include odor or purulent drainage from the cast and the presence of hot spot, which are areas of the cast they feel warmer to touch than the rest of the cast. That is why the answer is impaired venous return. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഞാൻ വീണ്ടും നടത്തുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് പർട്ടിക്കുലർ ഹെഡിങ്ങിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഹാർഡ് എക്സാമിന് ചോദിക്കാം, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. എല്ലാ പോർഷനും കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഐയെല്ലാം ക്ലോസ് കണ്ണടച്ചിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളപ്പോൾ എല്ലാം ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡിൽ ഇത് സെറ്റ് ആവും. സോ വെരി താങ്ക് യു ഓൾ.